പ്രഖ്യാപിച്ചതോടെയാണ് ലോകമെമ്പാടുമുള്ള ജനതയുടെ കണ്ണുകൾ പ്രവാസ ലോകത്തേക്ക് തിരിഞ്ഞത്. ഒത്തിരിയേറെ പ്രവാസികളാണ് ഇതിനോടകം തന്നെ കൊറോണ ബാധിച്ച് മരിച്ചത്. കൊറോണ മാത്രമല്ല, നിശബ്ദ കൊലയാളിയായ ഹൃദയാഘാതം പോലും ഒത്തിരി മലയാളികളെ കവർന്നെടുത്തു. ഒരുപക്ഷെ പറഞ്ഞു വന്നാൽ കൊറോണ ബാധിച്ച് മരിച്ചവരെക്കാളും ഹൃദയാഘാതം മൂലം മരിച്ചവരാണ് അധികവും. അതോടൊപ്പം തന്നെ നാട്ടിലേക്ക് അടിയന്തരമായി എത്തിപ്പെടാൻ പലരുടെയും കാല് പിടിച്ചു കരയുന്ന പല പ്രവാസികളെയും നാം കണ്ടതുമാണ്. ഇത്തരത്തിൽ നിരവധി അവഗണനകൾ സഹിച്ചുകൊണ്ടാണ് പ്രവാസ ലോകത്ത് പ്രവാസികൾ ഏറെ താമസിച്ചു വരുന്നത്. പ്രവാസി സംഘടനകൾ മാത്രമാണ് ഇപ്പോഴുള്ള പ്രവാസികളുടെ ഏക ആശ്വാസം എന്നത്. എന്നാൽ അവിടെ നിന്നും പുറത്തു വരികയാണ് മറ്റൊരു ദുഃഖകരമായ വാർത്ത കൂടി. കോവിഡ് കാലത്ത് പ്രവാസികളായ ഗർഭിണികളെ നാട്ടിലെത്തിക്കാൻ ഭാര്യയ്ക്കൊപ്പം സുപ്രീം കോടതിയെ സമീപിച്ച യുവാവ് തന്റെ കുഞ്ഞിനെ കാണാനാകാതെ യാത്രയായി. ഗർഭിണിയായ തന്റെ ഭാര്യ ആര്യയെ വിമാനം കയറ്റിവിട്ടു. പ്രസവശേഷം നാട്ടിലെത്താനിരുന്ന പേരാമ്പ്ര മുയിപ്പോത്ത് പടിഞ്ഞാറേക്കര കുനിയിൽ നിതിൻ ചന്ദ്രനാണ് ദുബായിൽ മരിച്ചത്. പ്രായം 29. ഭാര്യയ്ക്കൊപ്പം നാട്ടിലേക്ക് മടങ്ങാനിരുന്നതാണെങ്കിലും രോഗികളും ഗർഭിണികളും ഉൾപ്പെടെ തന്നെക്കാൾ അർഹരായവർക്കായി അവസരം മാറ്റിവെക്കുകയായിരുന്നു ഇദ്ദേഹം. എന്നാൽ ആ കാത്തിരിപ്പിന് ഹൃദയാഘാതത്തിന്റെ രൂപത്തിൽ മരണം വിരാമമാണ് ഇട്ടത്. പ്രവാസികളായ ഗർഭിണികളെ നാട്ടിലെത്തിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചതോടെയാണ് ആതിരയും നിതിനും വാർത്തകളിൽ നിറഞ്ഞത്. തുടർന്ന് കഴിഞ്ഞ മാസം വന്ദേ ഭാരത് ദൗത്യത്തിന്റെ ഭാഗമായുള്ള ആദ്യ വിമാനങ്ങളിലൊന്നിൽ ആതിര നാട്ടിലെത്തിച്ചേർന്നു. ജൂലൈ ആദ്യവാരം നടക്കേണ്ട പ്രസവത്തിനായി നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് ലോകമെങ്ങും ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നത്. ഇതോടെ ആതിര ഉൾപ്പെടെ നിരവധി പേരുടെ യാത്ര അനിശ്ചിതത്വത്തിലാവുകയായിരുന്നു. തുടർന്ന് എല്ലാവർക്കുമായി ദുബായിലെ ഇൻകാസ് യൂത്ത് വിങ്ങിന്റെ സഹായത്തോടെ ദമ്പതികൾ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തു. സാമൂഹിക പ്രവർത്തകനും മെക്കാനിക്കൽ എഞ്ചിനീയറുമായ നിതിൻ ബ്ലഡ് ഡോണേഴ്സ് കേരള ദുബായ് കോർഡിനേറ്ററും ഇൻകാസ് യൂത്ത് വിംഗ് കേരള എമർജൻസി ടീം എന്നിവയുടെ പ്രവർത്തകനുമായിരുന്നു. 8 മാസം മുമ്പാണ് അവസാനമായി നാട്ടിൽ എത്തിയത്. ഹൃദയ സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. 2017 വാല്യക്കോട് സ്വദേശി ആതിരയുമായുള്ള വിവാഹം. ആതിരയ്ക്ക് നാട്ടിലേക്കുള്ള ടിക്കറ്റ് ഇൻകാസിന്റെ വകയായി സ്വീകരിച്ചത് വളരെ വിവാദങ്ങൾക്ക് ഇടവച്ചിരുന്നു. സ്ത്രീകൾക്കായി ശബ്ദമുയർത്തിയതിനുള്ള ഇൻകാസിന്റെ സ്നേഹസമ്മാനമെന്ന് പറഞ്ഞാണ് ഷാഫി പറമ്പിൽ MLA ഇവർക്ക് ടിക്കറ്റ് നൽകിയത്. ഇത് ചിലർ വിവാദമാക്കി മാറ്റുകയായിരുന്നു. എന്നാൽ ഉപഹാരം സ്വീകരിക്കുമ്പോൾ തന്നെ പകരം 2 പേർക്കുള്ള ടിക്കറ്റ് തുക നിതിനും ആരെയും ഇൻകാസിന് കൈമാറുകയും ചെയ്തു. ടിക്കറ്റ് ഉണ്ടായിരുന്നുവെങ്കിലും ആതിരയെ മാത്രം നാട്ടിലേക്ക് അയച്ച നിതിൻ യാത്ര റദ്ദാക്കി. തന്നേക്കാൾ പരിഗണന അർഹിക്കുന്നവരുള്ളപ്പോൾ താൻ പോകുന്നത് ശരിയല്ല നിലപാടിലായിരുന്നു അദ്ദേഹം. ആതിരയുടെ പ്രസവശേഷം നാട്ടിലെത്താമെന്ന തീരുമാനത്തിലായിരുന്നു നിതിൻ. എന്നാൽ നിതിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഇതിനോടകം തന്നെ ശ്രമം തുടങ്ങി. ആതിരയെ ഇന്നലെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.